ഇടുക്കി ചക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നിർമ്മാണ പ്രവർത്തനത്തിനായി നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ നശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇവരെ ഒഴിപ്പിച്ചു. എന്നാൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ആരും സ്ഥലത്ത് എത്തിയില്ല. ഉദ്യാനം മുഴുവൻ വെട്ടി നശിപ്പിച്ച് ഇതുകൊണ്ടോ ഇതുപോലെ നീലക്കുറിഞ്ഞികളിൽ നിൽക്കുന്നതാണ്. ഇതിപ്പോൾ 12ാമത്തെ വർഷം പൂക്കുന്നതാണ്. ഇവിടെ ജനങ്ങൾ ഒത്തിരി പേര് കാണുന്നതാണ്. പക്ഷേ ഇതുകൊണ്ടോ വെട്ടി നശിപ്പിച്ചിട്ടിരിക്കുന്നുണ്ടോ. രാവിലെയാണ് തൊഴിലാളികൾ ചക്രമുടിയിലെത്തി പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചത്. സംഭവം അറിഞ്ഞതോടെ ചക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരും രാജാക്കാട് പോലീസും സ്ഥലത്തെത്തുകയും കയ്യേറ്റ ശ്രമം തടയുകയും ചെയ്തു. മുൻപ് ചക്രമുടി മലനിരയിൽ കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് വിലക്കവഗണിച്ച് ഭൂമിയിൽ കയറിയതെന്ന് ചക്രമുടി സംരക്ഷണ സമിതി അംഗങ്ങൾ പറയുന്നു. ഇത്രയും വിവാദമായ ഈ ചക്രമുടി മലയിൽ അവർക്ക് ഇവിടെ കയറി വരാനുള്ള ഒരു സാഹചര്യം, ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സംവിധാനം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ തന്നെയാണ്. കാരണം IG സേതുരാം സാറ് എൻ്റെ നേതൃത്വത്തിലുള്ള SIT സംഘങ്ങൾ ഇത് കയ്യേറ്റമാണെന്നും ഇത് പാറപ്പുറമ്പാക്കാണെന്നും വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി അവർ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതാണ്. ഗവൺമെൻറ് ഇതുവരെ നടപടിയെടുക്കാത്തതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് വന്ന് രാവിലെ ഒരു 5-8 കളയട്ടത് മിച്ചമായിട്ട് മാരിചന്ദ്രൻ, അതുപോലെ തന്നെ സിബിയുടെ ഒരു ജോലിക്കാരുണ്ട്, അവൻ്റെ പേര് ബോണി, അവർ അടക്കമുള്ള ആളുകൾ ജീപ്പ് കൊണ്ട് വന്നിട്ട് ഈ സ്ഥലം വെട്ടിത്തെളിക്കാനും അതുപോലെ തന്നെ അവിടെ അടുത്ത നിർമ്മാണം നടത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വന്നിരുന്നത്. അവിടെ നീലക്കുറിഞ്ഞി നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളല്ല, പ്രകൃതിയായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന്ന് വെട്ടിയിട്ട് പോലും ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കും കേസെടുക്കാൻ പറ്റിയിട്ടില്ല. നീലക്കുറിഞ്ഞി ചെടികൾ ഉൾപ്പെടെ ജൈവ പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് കയ്യേറ്റക്കാർ വെട്ടി നശിപ്പിച്ചത്. സംഭവ സമയത്ത് ദേവികുളം സബ് കളക്ടറെയും റവന്യൂ അധികൃതരെയും സംരക്ഷണ സമിതി അംഗങ്ങൾ വിളിച്ചറിയിച്ചിരുന്നു. എന്നാൽ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ എത്തിയില്ല. ഇവിടുത്തെ പട്ടയങ്ങൾ റവന്യൂ വകുപ്പ് പരിശോധിച്ചു വരികയാണ്. ഇതിനിടെയാണ് വിലക്ക് ലംഘിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനത്തിന് കയ്യേറ്റക്കാർ തയ്യാറായത്. അതിക്രമിച്ചു കയറിയവർക്കെതിരെ റവന്യൂ വകുപ്പ് പരാതി നൽകാത്തതിനാൽ പോലീസ് ഇവരെ വിട്ടയക്കുകയായിരുന്നു. ചക്രമുടിയിൽ കയ്യേറ്റം നടന്നെന്ന് വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടും നടപടികൾ വൈകുകയാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും ഭൂമിയിൽ കയ്യേറ്റ ശ്രമമുണ്ടായത്. ന്യൂസ് മലയാളം, ഇടുക്കി.